സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രാജ്യമാകെ കനത്ത ജാഗ്രതാ നിർദ്ദേശം. ഒഡീഷയിലെ തീരമേഖലകളിൽ സുരക്ഷാ വിന്യാസം ശക്തമാക്കി. പട്രോളിംഗ് കൂട്ടുകയും ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചു എന്നും അഡീഷണൽ ഡിജിപി അറിയിച്ചു. ബീഹാറിലെ നളന്ദയിലടക്കം പുറത്തുനിന്നും വരുന്നവരെ തിരിച്ചറിയാൻ തിരിച്ചറിയൽ രേഖ പരിശോധിച്ച ശേഷം ഹോട്ടലുകളിൽ താമസ സൗകര്യം നൽകാവൂ എന്ന് നിർദ്ദേശമുണ്ട്. രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളിൽ കനത്ത ജാഗ്രത, ആവശ്യമില്ലാതെ പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം. അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നുവെന്ന് സ്ഥിരീകരിച്ച് വിദേശകാര്യ സെക്രട്ടറി. 26 ഇടങ്ങളിൽ ആക്രമണ ശ്രമമുണ്ടായി. ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. വൻ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് നിയന്ത്രണ രേഖയിൽ പ്രകോപനമുണ്ടായത്. സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടും ആക്രമണമുണ്ടായെന്നും പ്രതിരോധ വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാക് ഷെല്ലിംഗിൽ മരിച്ച വ്യക്തികളുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് ജമ്മു കശ്മീർ സർക്കാർ. 2 പ്രദേശവാസികളും 1 സർക്കാർ ഉദ്യോഗസ്ഥനുമാണ് പാക് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത അവലോകന യോഗത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ടത്. രജൌരിയിൽ വെച്ചാണ് അഡീഷണൽ ജില്ലാ വികസന കമ്മീഷണർ രാജ്കുമാർ താപ്പയും മറ്റ് 2 നാട്ടുകാരും കൊല്ലപ്പെട്ടതെന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞു. ഇടുക്കി ചെറുതോണിയിൽ 14 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ കേസിൽ 61 വയസ്സുകാരന് ജീവിതാവസാനം വരെ ഇരട്ട ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും. ഇടുക്കി പടമുഖം ചെരുവിൽ വീട്ടിൽ ബേബിയാണ് പൈനാവ് അതിവേഗ കോടതി ശിക്ഷിച്ചത്. ഇത്തവണ കാലവർഷം നേരത്തെ എത്താൻ സാധ്യത. ഈ മാസം 27-ാം തീയതിയോടെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം. 4 ദിവസം വരെ വൈകാനോ നേരത്തെയാകാനോ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മലപ്പുറം കൊണ്ടോട്ടിയിൽ വൻ കുഴൽപ്പണ വേട്ട. ബംഗളൂരുവിൽ നിന്ന് മലപ്പുറത്തേക്ക് കടത്തുകയായിരുന്ന 1,91,48,000 രൂപയുമായി 2 പേരെയാണ് പോലീസ് പിടികൂടിയത്. കാറിന്റെ സീറ്റിനോട് ചേർന്ന 3 രഹസ്യറകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം ഉണ്ടായിരുന്നത്. എറണാകുളം ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് ആശുപത്രി വിട്ടു. പരിക്കേറ്റ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ജിതിൻ ബോസാണ് 3.5 മാസത്തിന് ശേഷം ആശുപത്രി വിട്ടത്. രാജ്യത്ത് സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ സിനിമ പ്രഖ്യാപിച്ച സംവിധായകൻ മാപ്പ് പറഞ്ഞു. സിനിമ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വ്യാപക വിമർശനം ഏറ്റുവാങ്ങിയ പശ്ചാത്തലത്തിലായിരുന്നു സംവിധായകൻ ഉത്തം മഹേശ്വരി മാപ്പ് പറഞ്ഞത്. ഇന്ത്യ പാക് സംഘർഷം തുടരവെ ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ട G7 രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇരു രാജ്യങ്ങളും ചർച്ചകൾ നടത്തണമെന്നും ഇനിയും സംഘർഷങ്ങൾ ഉണ്ടാകരുതെന്നും കൂട്ടായ്മ ആവശ്യപ്പെട്ടു. G7 രാജ്യങ്ങളായ കാനഡ, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, അമേരിക്ക എന്നിവയുടെ വിദേശകാര്യമന്ത്രിമാരും യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളും ഒരുമിച്ച് പഹൽഗാമിലെ നീചമായ ഭീകരാക്രമണത്തെ അപലപിച്ചു.